ട്രഷറിയിൽ അടയ്ക്കാൻ കൊണ്ടുപോയ 10 ലക്ഷം രൂപ ഓട്ടോ ഡ്രൈവർ തട്ടിയെടുത്തുവെന്നും അതിനുശേഷം തന്നെ റോഡിലേക്ക് തള്ളിയിട്ടുവെന്നുമുള്ള 60-കാരിയുടെ പരാതി ലഭിക്കുകയാണ് ആര്യനാട് പോലീസിന്. അന്വേഷണം ആരംഭിച്ച മണിക്കൂറുകൾക്കുള്ളിൽ കഥയിൽ വമ്പനൊരു ട്വിസ്റ്റും. ആര്യനാട് വലിയ കലുങ്ക് ഭാഗത്ത് ആധാരമെഴുത്ത് ഓഫീസ് നടത്തുന്ന ഓമനയമ്മയാണ് കഥയിലെ നായിക. കഴിഞ്ഞ ദിവസം ബുധനാഴ്ച രാവിലെ ട്രഷറിയിലേക്ക് അടയ്ക്കാനായി 10 ലക്ഷം രൂപയുമായി ഓട്ടോറിക്ഷയിൽ പോകുന്ന സമയത്ത് വെള്ളൂപ്പാറ സൊസൈറ്റി റോഡിനടുത്ത് വെച്ച് ഈ ഓട്ടോ ഡ്രൈവർ പണം തട്ടിയെടുത്ത് തന്നെ റോഡിലേക്ക് തള്ളിയിട്ടു എന്നാണ് ഈ സ്ത്രീ പറഞ്ഞത്. അവരവിടെ റോഡിൽ കിടക്കുന്നത് കണ്ട് പ്രദേശവാസികൾ എത്തി ഉടനടി ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരു പരാതി പോലീസിന് ലഭിച്ച ഉടനെ തന്നെ അന്വേഷണം ആരംഭിച്ചെങ്കിലും സംഭവത്തിലെ ചില പൊരുത്തക്കേടുകൾ പോലീസിൽ ആദ്യം തന്നെ സംശയം ജനിപ്പിച്ചിരുന്നു. CCTV ക്യാമറകൾ പരിശോധിച്ചപ്പോൾ ആക്രമിച്ചതിന്റെ സൂചനയോ ലക്ഷണങ്ങളോ ഒന്നും കാണാതിരുന്നത് പിന്നീടുള്ള അന്വേഷണങ്ങളിലേക്ക് നയിച്ചു. അവസാനം അത് എത്തി നിന്നത് പരാതി നൽകിയ ആളിൽ തന്നെയും. ഒടുവിൽ അവർ കുറ്റസമ്മതം നടത്തുകയായിരുന്നു. ഈ 10 ലക്ഷം രൂപ, അതിൽ 6 ലക്ഷം രൂപ തൻ്റെ വീടിൻ്റെ അടുക്കളയിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്നും ബാക്കി 4 ലക്ഷം രൂപ ആധാരമെഴുത്ത് ഓഫീസിലുണ്ടെന്നും അവർ പറഞ്ഞു. പോലീസ് അവിടെ അന്വേഷിച്ചെത്തിയപ്പോൾ പണം അവിടെ നിന്നും കണ്ടെത്തുകയും ചെയ്തു. പോലീസുകാരെയും നാട്ടുകാരെയും അല്പസമയമെങ്കിലും ആശങ്കയിൽ ആഴ്ത്തിയതുകൊണ്ടും ഇത്ര വലിയൊരു തുക തട്ടിയെടുക്കാൻ ശ്രമിച്ചതുകൊണ്ടും അവർക്കെതിരെ ആര്യനാട് പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്.